നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഇതുവരെ അത് എത്തിച്ചേർന്നില്ല എന്ന് പറയേണ്ടി വരും. എയർപോർട്ടിൽ നിന്നുള്ള 2 യൂണിറ്റുകൾ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്ന. ബാക്കി 8 യൂണിറ്റുകൾ വന്നിട്ടുണ്ട്. 8 യൂണിറ്റുകളും നമ്മൾ കോഴിക്കോട് തന്നെ ജില്ലയിൽ നിന്നുള്ള ഒരുപക്ഷെ തേഞ്ഞിപ്പാലം ഭാഗത്തു നിന്നുള്ള വന്നിട്ടുണ്ടാവണം. പക്ഷേ ആകെ ആ 8 യൂണിറ്റും 2 8 10 യൂണിറ്റുകൾ മാത്രമാണെന്ന് കളക്ടറും അല്പസമയം മുമ്പ് നമ്മോട് പറഞ്ഞതാണ്. അത് കേന്ദ്രീകരിച്ചുള്ള അതിന്റെ ഒരു റൊട്ടേഷനിങ്ങാണ് ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നമ്മളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു പരിമിതമാണ്. മാത്രമല്ല റീഫിൽ ചെയ്തെത്താനുള്ള സമയവും ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഏതായാലും തീ പിടുത്തം കൺട്രോളായി എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് വീണ്ടും ഈ റീഫിൽ ചെയ്ത് വരുമ്പോൾ വീണ്ടും തീ വരുന്ന ഒരു സാഹചര്യം നമുക്ക് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ഏരിയ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കൃത്യപ്പെടുത്തിയ ഒരു ഏരിയയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഭാഗം അത് നിയന്ത്രിക്കാൻ നമുക്ക് സമയമെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നമ്മളെ സങ്കടപ്പെടുന്ന ഒരു കാര്യം. അത് തന്നെയാണ്. 2 വശത്തു നിന്നും അവർക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ സാഹചര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഈ തകരശീറ്റുകൾ എന്ന് പറയുന്ന ഏറ്റവും തകരശീറ്റുകൾ കൊണ്ട് മറച്ച ഭാഗമാണ് ശരിക്കും ഈ കാലിക്കറ്റ്. ഇതിന്റെ താഴെയുള്ള കെട്ടിടമാണ് ശരിക്കും കോൺക്രീറ്റ് കെട്ടിടം. അതിന്റെ മുകളിൽ ശരിക്കും തകരശീറ്റുകൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു പുതിയ നിർമ്മിതി നിർമ്മിച്ചിരിക്കുകയാണ്. അതിന് അനുമതി ഉണ്ടോ എന്ന കാര്യത്തിലൊക്കെ സംശയമുണ്ട്. നേരത്തെ PM നിയാസ് കോൺഗ്രസ് നേതാവ് സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ് അത് കോർപ്പറേഷൻ അനുമതി നൽകുന്നതല്ല. അവർ താൽക്കാലിക അനുമതി എന്ന നിലയിൽ പുതിയ സ്ഥലങ്ങളിലേക്ക് അങ്ങനെ തകരശീറ്റ് കൊണ്ട് മറച്ച് കെട്ടുകയാണ്. ഈ കെട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെയും സ്റ്റോക്കുകൾ നിറയ്ക്കുകയാണ്, ഗോഡൌൺ ആക്കി മാറ്റുകയാണ് തുണിയുടെയും അതോടൊപ്പം തന്നെ അതിന്റെ പാക്കിംഗ് മെറ്റീരിയലുകളുടെയും. അപ്പോൾ അതായത് അത്രത്തോളം സാധനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയൊരു തീപിടുത്തം ഉണ്ടായാൽ അത് വലിയ തീപിടുത്തത്തിലേക്ക് പോകുന്നൊരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇപ്പോൾ തീ അണയ്ക്കാനാണ് എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. തീ അണച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇതിന് ഈ ഒരു ഇത്തരത്തിൽ തകരശീറ്റുകൾ വെച്ച് കെട്ടിമറച്ചുകൊണ്ട് ഗോഡൌൺ ഉണ്ടാക്കുന്നതിന് അനുമതി ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ വ്യക്തത വേണ്ടിവരും. മാത്രമല്ല ഇങ്ങനെ ഇത്രയും ഒരു തീപിടുത്തം നമുക്കറിയാം. ഇതിന്റെ ഒഫീഷ്യൽ സ്റ്റാൻഡ് തന്നെ ബാക്കി വലതുഭാഗത്തെല്ലാം തന്നെ കടകളുണ്ട്. അങ്ങോട്ടൊന്നും പോയിട്ടില്ല. അങ്ങോട്ടൊക്കെ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ നിയന്ത്രണത്തിലേ നിൽക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ വന്നതിനെ ഒരു ഭാഗത്തേക്ക് മാത്രം നമ്മൾ നിയന്ത്രിച്ച് നിർത്തിയിട്ട് പോലും അതിനെയും പൂർണ്ണമായി ശമിപ്പിക്കാൻ നമ്മുടെ ഫയർഫോഴ്സ് സംവിധാനങ്ങൾ എല്ലാ കളക്ടറും മന്ത്രിമാരും ഉൾപ്പെടെ ഉണ്ടായിട്ടും അതിനെ ഒരു പൂർണ്ണമായി നിയന്ത്രിക്കാൻ സമയമെടുക്കുന്നു എന്നുള്ള ഒരു പരിമിതി ശരിക്കും ആശങ്കയിൽ തന്നെ നിൽക്കുന്നുണ്ട്. കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. 4 ഒരു പുക ഉയർന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒരു 5 മണിയോടുകൂടിയാണ് തീപിടുത്തമായിട്ട് നമുക്ക് രൂപപ്പെട്ടതെന്ന് പറയാം. അവിടെ നിന്ന് ഒരു 3 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ആ 3 മണിക്കൂറിലേക്ക് എത്തുമ്പോൾ പോലും ശരിക്കും അത് പൂർണ്ണമായി നിയന്ത്രിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. വീണ്ടും റീഫില്ല് ചെയ്ത യൂണിറ്റുകൾ വീണ്ടും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർ വീണ്ടും ഫയർ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇതുവരെയുള്ള അവസ്ഥയിൽ നിന്നും കുറച്ച് ഭേദപ്പെട്ടൊരവസ്ഥ, അല്ലെങ്കിൽ കുറച്ചുകൂടി നമുക്ക് നിയന്ത്രണ വിധേയമായ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ഒരു രീതി കുറച്ചുകൂടി തുടരുകയും കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയും ഫയർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. എന്നിട്ട് ഇതുപോലെ അകത്തേക്ക് ഒഴിക്കുന്നത് പോലെ ബാക്കിയെല്ലാ ഭാഗത്തും അകത്തേക്ക് ഒഴിക്കാൻ കഴിയില്ല. ഒരു വ്യാപാര സമുച്ചയത്തിന്റെ സെന്റർ ഭാഗത്ത് മാത്രമേ ഈ തീ തുടരുന്നുള്ളെന്ന് തോന്നുന്നു. അങ്ങനെയല്ല. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അതിന്റെ ഒരു അഗ്രത്ത് പൂർണ്ണമായി തന്നെ ഉണ്ട്. അതേസമയം നമുക്ക് അതിന്റെ വെളിച്ചം തീ കത്തുന്നതിൻ്റെതായ വെളിച്ചം നമ്മൾ കാണുന്നുണ്ട്. മധ്യഭാഗത്താണ് കുറച്ചുകൂടി വ്യക്തമായ രീതിയിൽ കാണുന്നത്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ വിഷ്ണുവിന്റെ നമ്മുടെ ക്യാമറ നോക്കുകയാണെങ്കിൽ മധ്യഭാഗത്ത് തീ പടർന്ന് കാണാം. അതോടൊപ്പം തന്നെ അതിന്റെ വലത്തേ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അതിന്റെ മറ്റൊരു എൻഡിലും തീ കത്തി, കാരണം അവിടെ അണച്ചിരുന്നതാണ്. അതേസമയം അവിടെ ഫയർ ഫൈറ്റിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ തീ കത്തുന്നുണ്ട്. മാത്രമല്ല അതിന്റെ ഇടതുവശത്ത് നമ്മൾ നോക്കുമ്പോൾ അവിടെയും ഈ ഫയർഫോഴ്സ് യൂണിറ്റുകൾ, അതായത് അകത്തേക്ക് അടിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമുണ്ട്. അതിന്റെ അകത്തും തീ കത്തുന്നുണ്ട്. കാരണം തീ കത്തുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതായത് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് അതിന്റെ നമ്മൾ ഇവിടെ ഞാൻ നിൽക്കുന്ന ഭാഗം നോക്കുകയാണെങ്കിൽ ഇടതുഭാഗം പുതിയ ബസ്സുകൾ നിർത്തുന്നതിന്റെ വലതുഭാഗം, ബസ്സുകൾ നിർത്തുന്ന വലതുഭാഗത്ത് ആ മെഡിക്കൽ സ്റ്റോറൊക്കെ ഉള്ള ഭാഗമുണ്ട്. അതിന്റെ ഒരു ഭാഗത്താണ് കുറച്ചെങ്കിലും ഒരു കൺട്രോളായി എന്ന് പറയാൻ കഴിയുക. കാരണം രണ്ടിടത്തേക്കും അകത്തേക്ക് വെള്ളം അടിക്കാൻ ഫയർഫോഴ്സ് യൂണിറ്റിന് കഴിഞ്ഞു. അത് തുറന്നുകൊണ്ടിരിക്കാൻ അകത്തേക്ക് അവർ വെള്ളം നിരന്തരമായി ചീറ്റിക്കൊണ്ടിരിക്കുകയാണ്.